നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 26 വ്യാഴം, കുംഭം 14 ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. നമസ്കാരം. ബ്രേക്കിംഗ് ന്യൂസിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. കണ്ണൂരിൽ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. കഴുത്തിന് സാരമായ പരിക്കുണ്ടെന്നാണ് ഡോക്ടേഴ്സ് നൽകുന്ന വിവരം. കഴുത്തിനേറ്റ ക്ഷതവുമായി ബന്ധപ്പെട്ട MRI സ്കാനിംഗ് നടത്തിയതിന്റെ ഫലം ഇന്ന് ലഭിക്കും. അതിനിടയിൽ അറസ്റ്റിലായ 5 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മന്ത്രിക്കെതിരായ കയ്യേറ്റത്തിൽ CPIM സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ അവിടെ ചികിത്സയിൽ തുടരുകയാണ്. എന്തൊക്കെയാണ് ഡോക്ടേഴ്സ് നൽകുന്ന പുതിയ വിവരങ്ങൾ? ഒപ്പം ഈ വ്യാപകമായി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ, എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങളും? അരുൺ. ഉന്മേഷ്, മന്ത്രി ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നിപ്പോൾ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം ഒരിക്കൽ കൂടി മന്ത്രിയെ പരിശോധിക്കും. MRI സ്കാനിംഗ് ഉൾപ്പെടെയുള്ള വിദഗ്ധ പരിശോധനകളൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി പൂർത്തിയാക്കിയിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഫലമാണ് ലഭിക്കേണ്ടത്. അതിൻ്റെ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ചികിത്സ ഏത് രീതിയിലാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തുക. MRI സ്കാനിങ്ങിൻ്റെ ഫലം ഇന്ന് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മന്ത്രിയുടെ കഴുത്തിനേറ്റ പരുക്ക്, അത് ശക്തിയായ ഒരു ആഘാതം, ശക്തിയായ ഒരു ഇടി ലഭിച്ചിട്ടുണ്ടാവാമെന്നാണ് ഡോക്ടർമാരുടെ ഒരു വിലയിരുത്തൽ. പ്രതിഷേധത്തിനിടയ്ക്ക് ആരുടെയെങ്കിലും കൈ തട്ടിയതാകാം ഇങ്ങനെ ഒരു പരുക്കുണ്ടാവാൻ കാരണമെന്ന് ഡോക്ടർമാർ കരുതുന്നുണ്ട്. അതിനുവേണ്ടിയാണ്, ഈ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവസാനമായി ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നത്. അതിൽ MRI സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വരണം. ആ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും വിദഗ്ധ ചികിത്സ നൽകാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മറ്റൊന്ന്, ഈ സംഭവം ഉണ്ടായതിനു ശേഷം, KSUവിൻ്റെ പ്രതിഷേധമുണ്ടായതിനു ശേഷം വ്യാപകമായ സംഘർഷം കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നലെ കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. ഇന്നിപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം ഇപ്പോഴും വ്യാപകമായി തുടരുകയാണ്. അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. KSU പ്രവർത്തകരായ MC അതുൽ, അക്ഷയ്, ബിദുൽ ബാലൻ, മുബാസ്, അഹമ്മദ് യാസിൻ എന്നിവരെയാണ് മാർച്ച് 12 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സാധ്യത ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ അതിർത്തി പ്രദേശമായ കാസർഗോഡ് ജില്ലയിലുമൊക്കെ ശക്തമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉന്മേഷ്, മന്ത്രി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. MRI സ്കാനിങ്ങിന്റെ ഫലം ഇന്ന് ലഭിക്കും. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിനു പിന്നാലെ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ വ്യാപക അക്രമം. കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. കല്ലിൽ താഴെയിലുള്ള പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചു. പിന്നിൽ CPIM പ്രവർത്തകർ എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പടിഞ്ഞാറ്റം കുഴുവിലെ രാജീവ് ഭവന് നേരെയും ആക്രമണമുണ്ടായി. രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ KSU സ്ഥാപിച്ച കൊടിമരം നശിപ്പിച്ചു. ചെണ്ടയാടും KSUവിന്റെ കൊടിമരം നശിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ DYFI നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയുടെ ഫ്ലക്സ് ബോർഡുകൾ തകർത്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. കോഴിക്കോട് നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ്. അവിടെ തട്ടുകടയ്ക്ക് തീപിടിച്ചു. മാവൂർ കൂളിമാട് റോഡിൽ എളമരം പാലത്തിന് സമീപമാണ് തട്ടുകടയ്ക്ക് തീപിടിച്ചത്. പുലർച്ചെ 1:30യോടെയായിരുന്നു ഈ സംഭവം. തട്ടുകട പൂർണ്ണമായി കത്തിനശിച്ചു. അജി കുഞ്ഞുമോനാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നത്. അജി, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 1:30യോടുകൂടിയാണ് മാവൂരിൽ എളമരം പാലത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്ന തട്ടുകടയ്ക്ക് തീപിടിച്ചത്. ആദ്യം അവിടെ നിന്ന് പുക ഉയർന്നത് കണ്ട് നാട്ടുകാർ ഉടനെ തന്നെ മുക്കം പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു. തട്ടുകട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ആളപായമില്ല. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഇതിന് എന്താണ് കാരണമെന്നുള്ളത് പോലീസ് കൃത്യമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. ഈ പ്രധാനമായും അരീക്കോട് പോലെയുള്ള മേഖലകളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിൽ പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയാണിത്. ഈ തട്ടുകടയ്ക്കാണ് ഇന്ന് രാത്രി 1:30 തീപിടിച്ചത്. ഉന്മേഷ്, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുമാണ് ചേരുന്നത്. ആദ്യം അലക്സിലേക്കാണ്. അലക്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ? അലക്സ്.
ഉന്മേഷ ഗുഡ് മോർണിംഗ്. ഉന്മേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മലയാളത്തിലെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം മോഹൻലാലുമായി നടത്തിയ അഭിമുഖം ഒരുപക്ഷെ ഇന്ന് പുറത്തു വരുമെന്നുള്ളതാണ്. സർക്കാർ അറിയിച്ചതനുസരിച്ചാണെങ്കിൽ ഇന്നാണ് പുറത്തു വരേണ്ട തീയതി. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് ഈ മർദ്ദനമേറ്റ സാഹചര്യവും നിലവിലെ സംസ്ഥാനത്തെ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്തത് മാറ്റിവെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അന്തിമമായിട്ടില്ല. എന്താണെങ്കിലും സർക്കാർ ആദ്യം അറിയിച്ച തീയതി തന്നെയാണ് ഇന്നിത് പുറത്തിറങ്ങുമെന്നുള്ളത്. അത് നാം മുന്നോട്ട് മാതൃകയിലായിരിക്കും ചാനലുകളിൽ ഈ അഭിമുഖ പരിപാടി മുന്നോട്ട് വരിക. ഈ കഴിഞ്ഞ ദിവസം, അതായത് മോഹൻലാൽ തിരുവനന്തപുരത്തുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നടന്നത്. മുഖ്യമന്ത്രിയുടെ ജീവിതം ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയതാണ് ഈ അഭിമുഖം എന്നാണ് മനസ്സിലാക്കുന്നത്. സംവിധായകൻ ടി കെ രാജീവ് കുമാറാണ് ഈ അഭിമുഖം സംവിധാനം ചെയ്തിട്ടുള്ളത്. അഴകപ്പനാണ് അതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത്. ആ തരത്തിൽ കാര്യമായി തന്നെ എത്തുന്നു. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന് പേരിട്ടിരിക്കുന്ന അഭിമുഖം ജനങ്ങളിലേക്ക് എത്തും, ഇന്ന് തന്നെ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. ഓരോ ചാനലുകൾക്കും അനുവദിച്ച സമയത്ത്, അതായത് നാം മുന്നോട്ട് മാതൃകയിൽ അനുവദിച്ച സമയത്താണ് അത് എത്തും എന്നുള്ളതാണ് ഈ നിമിഷം വരെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മനസ്സിലാക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. അതിൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് PR വർക്കുമായി മുന്നോട്ട് പോകുന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് KGM-CT സമരവുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരം തുടരുന്നു. അനിശ്ചിതകാല OP ബഹിഷ്കരണം, അധ്യാപന ബഹിഷ്കരണം, അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളുടെ ബഹിഷ്കരണമൊക്കെ തുടരുന്നു. രോഗികൾ വലിയ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി. അതിൽ ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇന്ന് സർക്കാർ തലത്തിലൊരു ചർച്ച, ഉദ്യോഗസ്ഥ തലത്തിലൊരു ചർച്ച നേരത്തെ തീരുമാനിച്ചിരുന്നു. ആരോഗ്യമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം KGM-CT ഡോക്ടർമാർക്ക് നൽകിയത്. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ പശ്ചാത്തലത്തിൽ ആ ചർച്ച നടക്കുമോ എന്നുള്ള കാര്യം അനിശ്ചിതത്വത്തിലാണ്. ഒരുപക്ഷെ ധനമന്ത്രി KN ബാലഗോപാലും അതുപോലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുമായി ഒരു ഉദ്യോഗസ്ഥ ചർച്ച ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ധനമന്ത്രി കൊല്ലത്ത് തുടരുകയാണ്. അതിനാലാണ് ആ അനിശ്ചിതത്വം അങ്ങനെ തുടരുന്നത്. ഇന്ന് ചർച്ച നടക്കുകയാണെങ്കിൽ ആ ചർച്ചയിൽ ഉരുത്തിരിയുന്നതായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകണമെന്നുള്ളതാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യത്തിലാണ് തീരുമാനമാകാതെ അങ്ങനെ നീളുന്നത്. ആ ആവശ്യം മുഖവിലക്കെടുത്താൽ ഏതാണ്ട് 450 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വരും. അതിനാലാണ് ആ ആവശ്യം മാത്രം പരിഗണിക്കാൻ സർക്കാർ വിമുഖത കാണിക്കുന്നത്. സ്വാഭാവികമായി ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു ഫോർമുല ഉരുത്തിരിയുകയാണെങ്കിൽ അത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രതിനിധികളെ സർക്കാർ അറിയിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് കൊല്ലത്ത് നിന്ന് വരുന്ന വാർത്തയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജു ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകും. ദ്വാരപാലക ശില്പ കേസിലാണ് ജാമ്യ നീക്കം നടത്തുന്നത്. കട്ടിളപ്പാളി കേസിൽ നേരത്തെ ബൈജുവിന് ജാമ്യം ലഭിച്ചിരുന്നു. ദ്വാരപാലക കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതോടെ KS ബൈജുവിന് ജയിൽ മോചിതനാകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം 6 പ്രതികൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രാവിലെ 8:30 പ്രതിപക്ഷ നേതാവുമായുള്ള സംവാദം ആലപ്പുഴ കല്യാണി ഓഡിറ്റോറിയത്തിൽ നടക്കും. തുടർന്ന് 10 മണിക്ക് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണും. ആരോഗ്യമന്ത്രിക്കെതിരായ KSU അതിക്രമത്തിൽ ഇടത് പ്രതിഷേധം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് 6 നിയോജക മണ്ഡലങ്ങളിൽ പുതുയുഗയാത്ര എത്തുകയാണ്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് യാത്രയ്ക്കും VD സതീശനും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് ആലപ്പുഴയിലുണ്ട്. ഇനി കോഴിക്കോട്ടേക്കാണ് അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അജി, എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് കോഴിക്കോട് നിന്നും ഒപ്പം വടക്കൻ കേരളത്തിൽ നിന്നും? അജി, ഡോക്ടർ ഉമേഷ്, വടക്കൻ കേരളത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ ഇന്നുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ വടക്കൻ കേരളത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൂർ കൊടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. കോഴിക്കോട് മുക്കം ഒപ്പം തന്നെ കരുവട്ടൂർ കുമ്മൂട്ടുതാഴ മേഖലകളിൽ വലിയ തരത്തിലുള്ള അക്രമമുണ്ടായി. കരുവട്ടൂർ കുമ്മൂട്ടുതാഴത്ത് കോൺഗ്രസ് ഓഫീസ് CPM പ്രവർത്തകർ അടിച്ചു തകർത്തു എന്നുള്ള ഒരു ആരോപണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. മാത്രമല്ല മുക്കത്ത് എടവണ്ണപ്പാറ അരീക്കോട് സംസ്ഥാന പാത ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും വടക്കൻ കേരളത്തിലുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ നിർണായക കൗൺസിൽ യോഗം ഇന്ന് ആണ്. ഈ കൗൺസിൽ യോഗത്തിൽ വലിയങ്ങാടി അപകടം വലിയ തരത്തിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അപകടവുമായി ബന്ധപ്പെട്ട 4 പേരാണ് മരിച്ചത്. ഈ 4 പേർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന അടക്കമുള്ള ആവശ്യം പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചു
അറിയിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ കോഴിക്കോട് നഗരത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ നിരവധി കെട്ടിടങ്ങളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഡോക്ടർ ഉന്മേഷ് വടക്കൻ കേരളത്തിൽ നിന്നും ഉള്ളത്. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ പിന്തുണ നൽകുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. മോദി സുഹൃത്ത് എന്നതിലുപരി സഹോദരനെ പോലെയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രയേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു. ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള $8.6 ബില്യൺ കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്നത്. പാർലമെന്റിലെത്തിയ പ്രധാനമന്ത്രിയെ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു. മോദി സുഹൃത്തെന്നതിലുപരി സഹോദരനെ പോലെയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 2023 ഒക്ടോബറിൽ ഇസ്രായേലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണച്ചെന്നും നെതന്യാഹു. Narendra, my dear friend, these are not just words. I would almost venture to say, more than a friend, a brother. In many ways, brothers. ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കാനായത് അഭിമാന മുഹൂർത്തമെന്ന് മോദി പറഞ്ഞു. ഇന്ത്യ ഇസ്രായേലിനെ അംഗീകരിച്ച അതേ വർഷമാണ് താൻ ജനിച്ചതെന്ന് പറഞ്ഞായിരുന്നു മോദിയുടെ പ്രസംഗം ആരംഭിച്ചത്. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2023 ഒക്ടോബറിലുണ്ടായ ഹമാസ് ആക്രമണത്തെ മോദി അപലപിച്ചു. നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നു. ഇസ്രായേലി കുടുംബങ്ങൾക്കൊപ്പം നിൽക്കും. ഗസയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ പിന്തുണ നൽകുമെന്നും മോദി വ്യക്തമാക്കി. No cause can justify the murder of civilians. Nothing can justify terrorism. India has also endured the pain of terrorism for a long time. വിശ്വസ്തരായ പങ്കാളികളാണ് ഇന്ത്യയും ഇസ്രായേലുമെന്നും ജൂതന്മാർക്ക് അഭയം നൽകിയ രാജ്യമാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ നൽകി മോദിയെ ആദരിച്ചു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം. ഇന്റർനാഷണൽ ഡെസ്ക് 24. മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് നിർവഹിക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ചടങ്ങിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും. വയനാട് കുന്നംപറ്റയിൽ ഏറ്റെടുത്ത ഭൂമിയിൽ ആദ്യഘട്ടത്തിൽ 60 വീടുകളാണ് നിർമ്മിക്കുന്നത്. ശേഷം സമീപത്തായി മറ്റൊരു സ്ഥലത്ത് 40 വീടുകൾ കൂടി നിർമ്മിക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി. ഇനി ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് ഡൽഹിയിൽ നിന്ന് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് രാജ്യതലസ്ഥാനത്തു നിന്നും ഒട്ടനവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നിർണായകം എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം തുടരുകയാണ്. ഈ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. ചരിത്രപരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് ഇതിലൂടെ ഒരുങ്ങിയത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ നേതാവ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് ഇസ്രായേലിന്റെ പരമോന്നത പുരസ്കാരവും സമ്മാനിച്ചിരിക്കുന്നു. ഇന്ന് നിർണായക ചില കരാറുകളിൽ ഒപ്പുവെക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും. അതിൽ ഏറ്റവും പ്രധാനം പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പോലും പുതിയ വെല്ലുവിളികൾ, അത് ഡ്രോൺ അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ശത്രുക്കളുടെ ആക്രമണം, അത് ചെറുക്കുന്നതിന് ആവശ്യമായ പ്രതിരോധ സംവിധാനം, പുതിയ മിസൈൽ സാങ്കേതികവിദ്യ അടക്കമുള്ള സംബന്ധിച്ചുള്ള നിർണായകമായ കരാറുകളിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെക്കും. ഇതോടൊപ്പം തന്നെ വാണിജ്യ മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അടക്കമുള്ള കരാറുകളിലും ഇന്ന് പ്രധാനമന്ത്രിയും ഇസ്രായേൽ സർക്കാരും തമ്മിൽ ഒപ്പുവെക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ AI ഉച്ചകോടിക്ക് ഇടയുണ്ടായ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തുടരുകയാണ്. ഈ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ രാജ്യവ്യാപകമായി തന്നെ തുടരുന്നു. അതിനിടെയാണ് നാടകീയമായ സംഭവങ്ങൾ ഹിമാചൽ പ്രദേശിലുണ്ടായത്. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ ഡൽഹി പോലീസ് സംഘത്തെ ഹിമാചൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. ഈ ഹിമാചൽ പോലീസിനെ അറിയിക്കാതെയാണ് ഡൽഹി
ഡൽഹി പോലീസിൻ്റെ നടപടിയുണ്ടായത് എന്നുള്ളതാണ് ഹിമാചൽ പോലീസിൻ്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സംസ്ഥാന പോലീസുകൾ തമ്മിലുള്ള സംഘർഷമായി ഇത് മാറിയിരിക്കുന്നു. എന്തായാലും ഈ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡൽഹിയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ന് ജന്തർ മന്ദറിൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇന്ന് നിർണായകമായ മറ്റൊരു കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നത്. NCERT 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതിന് എതിരായ കേസ്, അത് സ്വമേധയാ സുപ്രീം കോടതി എടുത്ത കേസ് ഇന്ന് പരിഗണിക്കുകയാണ് സുപ്രീം കോടതി. ജുഡീഷ്യറിയിലെ അഴിമതിയും കേസുകൾ കെട്ടിക്കിടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ പരാമർശിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയുമാണ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കർണാടക കോൺഗ്രസിലെ അധികാര തർക്കത്തിനിടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇന്ന് ഹൈക്കമാൻഡിനെ കാണും. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉടൻ മാറ്റമുണ്ടാകണമെന്നാണ് DK ശിവകുമാറിന്റെ ആവശ്യം. അധികാര തർക്കത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ മന്ത്രിസഭാ പുനഃസംഘടന എന്ന ആവശ്യവുമായി യുവ MLA-മാരും രംഗത്ത് വന്നിട്ടുണ്ട്. പുതുതായി തെരഞ്ഞെടുത്ത MLA-മാരിൽ 5 പേരെ മന്ത്രിസഭയിൽ പരിഗണിക്കണം എന്നാണ് ആവശ്യം. അതിനിടെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് മന്ത്രി സതീഷ് ജർക്കഹോളി നീക്കം ശക്തമാക്കി. 12 ജില്ലാ അധ്യക്ഷന്മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ് അവകാശവാദം. ചെന്നൈയിൽ അന്തരിച്ച CPI മുതിർന്ന നേതാവ് R. നല്ലകണ്ണിന്റെ മൃതദേഹം ഇന്ന് മദ്രാസ് മെഡിക്കൽ കോളേജിന് കൈമാറും. ഇന്നലെ ഉച്ചയ്ക്ക് 1:55 ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ന് വൈകിട്ട് 3 മണിവരെ ടി നഗറിലെ CPI സംസ്ഥാന കൌൺസിൽ ഓഫീസിൽ പൊതുദർശനമുണ്ടാകും. ഇന്നലെ 5:30യോടെ പാർട്ടി ഓഫീസിലെത്തി മൃതദേഹത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കർഷക പ്രക്ഷോഭങ്ങളിലൂടെ ജനകീയനായ നേതാവാണ് R. നല്ലകണ്ണ്. 1992 മുതൽ 2007 വരെ CPI തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. R. നല്ലകണ്ണിന്റെ മൃതദേഹത്തിന് ഔദ്യോഗിക ബഹുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. TVK അധ്യക്ഷൻ വിജയും അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇനി കായിക വാർത്തയിലേക്ക്. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. രാത്രി 7 മണിക്ക് ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സിംബാബ്വെയാണ് എതിരാളികൾ. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസ്തവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെപ്പോക്കിൽ ടീം ഇന്ത്യയ്ക്ക് ജീവൻ മരണ പോരാട്ടം. ഒറ്റത്തോൽവി നിലവിലെ ചാമ്പ്യന്മാരെ പുറത്തോട്ടടിക്കും. ഗൗതം ഗംഭീർ കാലഘട്ടത്തിൽ ടെസ്റ്റിലും ഏകദിനത്തിലും അടപടലം പൊളിഞ്ഞപ്പോഴും 2020-ലെ അപ്രമാദിത്വമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച വരെ ടീം ഇന്ത്യയ്ക്ക് ആശിക്കാനുള്ള വക. എന്നാൽ പ്രോട്ടീസ് പവറിന് മുന്നിൽ പതറിയ സൂര്യകുമാർ യാദവും സംഘവും 2 കൊല്ലത്തിനിടെയുള്ള ഏറ്റവും വലിയ അഗ്നിപരീക്ഷയ്ക്ക് ചെപ്പോക്കിൽ പാട് കെട്ടുന്നു. ലോക ചാമ്പ്യന്മാർ സെമി പോലും കാണാതെ പുറത്തായാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാകുമത്. ടൂർണമെന്റിൽ ജീവൻ നിലനിർത്താനിറങ്ങുന്ന ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ അനിവാര്യമായ പൊളിച്ചെഴുത്തുകൾ ഉറപ്പ്. ഇതിൽ പ്രധാനം സഞ്ജു സാംസന്റെ എൻട്രി തന്നെ. It goes without saying that we discuss because there are 2 lefty opening, number 3 is left-handed and opposition's bowling off spinner. I personally don't think that there is any problem there also, but because we lost 3 games, we lost wicket in first over. Obviously any team would think so. We are thinking and we'll see how it, because we never decide the team too early, and obviously it's not fair to start telling your plannings also in so advance. But yes, there will be thoughts. സഞ്ജുവിന്റെ ഫോമിലും ആശങ്കയുണ്ടെങ്കിലും ഇടങ്കയ്യന്മാരായ ടോപ്പ് 3-യെ ടാർഗറ്റ് ചെയ്യുന്ന എതിരാളികളുടെ ഫസ്റ്റ് പ്ലാൻ പൊളിക്കാൻ മലയാളി താരത്തിന്റെ വരവ് കൊണ്ട് സാധിക്കും. വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലിന്റെ തിരിച്ചുവരവും പ്രതീക്ഷിക്കാം. അഭിഷേക് ശർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ പിന്നെ ആശങ്കയെ വേണ്ട. അതേസമയം ഓസ്ട്രേലിയയ്ക്കും ശ്രീലങ്കയ്ക്കുമെതിരായ അട്ടിമറികൾ ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് സിംബാബ്വെ. ക്യാപ്റ്റൻ സിക്കന്ദർ റാസയുടെ ഓൾറൗണ്ട് മികവും ബാറ്റിംഗിൽ ബ്രയാൻ ബെന്നറ്റും ബ്രാഡ് ഇവാൻസും ബൗളിംഗിൽ ബ്ലസ്സിംഗ് മുസറബാനിയുമാണ് സിംബാബ്വെയുടെ കരുത്ത്. മറ്റൊരട്ടിമറിക്ക് സിംബാബ്വെ. ചാമ്പ്യന്മാരുടെ കരുത്ത് കാട്ടാൻ ടീം ഇന്ത്യ. ചെന്നൈയിലെ പോരാട്ടം പൊടിപൊടിക്കും. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസുദേവ്, 24.
ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്ന വിപണിയിലേക്ക് ചുവടുവെച്ച് മിൽമയുടെ ആദ്യ പ്രോട്ടീൻ സമ്പുഷ്ട ഉൽപ്പന്നമായ ന്യൂട്രി ലെവൽ പുറത്തിറക്കി. ന്യൂട്രി ലെവലിന്റെ വിപണനോദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി മിൽമ ചെയർമാൻ KS മണിക്ക് നൽകി നിർവഹിച്ചു. മിൽമയുടെ പുതിയ ഉൽപ്പന്നങ്ങളായ കഫേ മോക്ക, കോൾഡ് കോഫി എന്നീ മിൽക്ക് ഷേക്കുകളും ചടങ്ങിൽ പുറത്തിറക്കി. 2030 10,000 കോടി രൂപയുടെ വിറ്റുവരവുള്ള പ്രസ്ഥാനമായി മാറാനാണ് മിൽമ ലക്ഷ്യമിടുന്നതെന്നും അതിന്റെ ലാഭത്തിന്റെ 85% ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി ക്ഷീര സഹകരണ സംഘങ്ങൾ വഴി ചെലവഴിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2030 ഇന്ന് 10,000 കോടി രൂപയുടെ വിറ്റുവരവുള്ള ഒരു പ്രസ്ഥാനമായി മാറാനാണ് ഇന്ന് മിൽമ ലക്ഷ്യമിടുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ കർഷകരുടെ കൂടുതൽ സാങ്കേതിക സഹായങ്ങൾ നൽകിയും കേരളത്തിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്ത എന്ന ലക്ഷ്യത്തിലേക്ക് മിൽമ എത്തുകയാണ്. JEE മെയിൻ സെഷൻ 1 പേപ്പർ 2 ആർക്കിടെക്ചർ ആൻഡ് ബി പ്ലാനിംഗ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ 100% സ്കോറോടെ ഇന്ത്യയിൽ ഒന്നാമനായി ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി ഗൗരി ശങ്കർ വി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 99.93% തൃശൂർ സ്വദേശിനി ഏഞ്ചൽ M ഫെബിനാണ് ഒന്നാമതെത്തിയത്. എഞ്ചിനീയറായ വിനോദ് കുമാർ ജിയുടെയും അധ്യാപികയായ രശ്മി രവീന്ദ്രന്റെയും മകനാണ് ഗൗരി ശങ്കർ വി. മാന്നാനം KE സ്കൂളിലെ പഠനത്തോടൊപ്പം പാലാ ബ്രില്യന്റിൽ നിന്ന് നേടിയ പരിശീലനമാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെന്ന് ഗൗരിശങ്കർ പറയുന്നു. 100% സ്കോറോടെയാണ് ഗൗരിശങ്കറിന്റെ നേട്ടം. ബി പ്ലാനിംഗിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 99.93% ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം നേടിയത് തൃശൂർ സ്വദേശിനി ഏഞ്ചൽ M ഫെബിനാണ്. തൃശൂർ ആളൂർ സ്വദേശി ഫെബിൻ MDയുടെയും അധ്യാപികയായ ഡീനായുടെയും മകളാണ് ഏഞ്ചൽ. തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂളിൽ +2 പഠിക്കെ ബ്രില്യന്റിന്റെ പരിശീലനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. വിദേശത്ത് നിന്ന് പരീക്ഷ എഴുതിയവരിൽ ബി പ്ലാനിംഗിൽ ഒന്നാം സ്ഥാനം ലാസിം P ഹക്കീമിനാണ്. BARC വിഭാഗത്തിൽ ലക്ഷദ്വീപ് സ്വദേശിനി ആദില CN 99.43% ST വിഭാഗത്തിൽ രാജ്യത്ത് ഒന്നാമതായി. BARC ആൻഡ് ബി പ്ലാനിംഗിൽ 99.9% സ്കോറിന് മുകളിൽ ബ്രില്യന്റിലെ 8 വിദ്യാർത്ഥികൾ ഇടം പിടിച്ചു. 99% സ്കോറിന് മുകളിൽ 52 വിദ്യാർത്ഥികളും ബ്രില്യന്റിലൂടെ മികച്ച വിജയം സ്വന്തമാക്കി. രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങളായ NITകളിലും സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുകളിലും പ്രവേശനമുറപ്പിക്കാൻ ഈ വിജയം വിദ്യാർത്ഥികളെ സഹായിക്കും. ദേശീയ തലത്തിൽ കേരളത്തിന്റെ അഭിമാനമുയർത്തിയ ബ്രില്യന്റ് വിദ്യാർത്ഥികളെ നിരവധി പേർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 3ാം ഘട്ട ആണവ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കും. നീതിയുക്തവും സന്തുലിതവുമായ കരാറിനായി ശ്രമിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി കുറ്റപ്പെടുത്തി. യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ തയ്യാറെന്നും അരക്ചി പറഞ്ഞു. ചർച്ചകൾക്കിടെ അമേരിക്ക ആക്രമണം നടത്തുന്ന പക്ഷം ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഹേർ ഗാലിബാഫ് പറഞ്ഞു. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അരക്ചിയും തമ്മിൽ ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുക. 2 ഘട്ട ചർച്ചകളിലും ആണവ കരാറിനെപ്പറ്റി ധാരണയാകാത്തതിനെ തുടർന്ന് അമേരിക്ക പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം ശക്തിപ്പെടുത്തിയിരുന്നു. ഇസ്രയേലിലേക്ക് F-22 പോർവിമാനങ്ങളും അമേരിക്ക എത്തിച്ചിട്ടുണ്ട്. ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞ കേസിൽ 10 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. വാഹനത്തിന് മുന്നിലെ ദേശീയ പതാക സ്ഥാപിച്ച പോസ്റ്റ് നശിപ്പിച്ചു എന്നാണ് പരാതി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ ഈ കണ്ണൂരിലെ പരിപാടികൾക്ക് ശേഷം മന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോഴാണ് AKG ആശുപത്രി അതിനു മുന്നിൽ വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞത്. 10 യൂത്ത് ലീഗ് പ്രവർത്തകരായിരുന്നു ഈ സമരപരിപാടിയിൽ പങ്കെടുത്തത്. ഇവർക്കെതിരെയാണ് ടൗൺ പോലീസ് കേസെടുത്തത്. ഇന്നലെ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി 10 പേരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നത്. ഈ വാഹനത്തിന് മുന്നിലെ ദേശീയ പതാക ആ പോസ്റ്റും നശിപ്പിച്ചെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ടയിൽ പ്രതിഷേധം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരുന്നു. ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയുടെ ഫ്ലക്സ് ബോർഡുകൾ തകർത്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതാണ് ഈരാറ്റുപേട്ടയിൽ സംഘർഷത്തിന് കാരണമായത്. തുടർന്ന് പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു. കോഴിക്കോട് മുക്കം അരീക്കോട് പാലത്തിന് സമീപം പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ അശാസ്ത്രീയ അലൈൻമെന്റ് പുനഃപരിശോധിക്കണം എന്നാവശ്യം. പാലത്തിന്റെ ഇരുകരകളിലുമുള്ള വ്യാപാരികളും കെട്ടിട ഉടമകളും ചോണാട് നിവാസികളും യോഗം ചേർന്നു. നിർമ്മാണം നിർത്തിവെച്ച് അലൈൻമെന്റ് പുനഃപരിശോധിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. മുക്കം അരീക്കോട് പാലത്തിന് സമീപം പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ അശാസ്ത്രീയ അലൈൻമെന്റ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ്
പാലത്തിന്റെ ഇരുകരകളിലുമുള്ള വ്യാപാരികളും കെട്ടിട ഉടമകളും ചോണാട് നിവാസികളും യോഗം ചേർന്നത്. മുക്കം ഭാഗത്തുനിന്ന് വരുമ്പോൾ പാലത്തിന്റെ ഇടതുവശത്ത് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കാനുള്ള സ്ഥലമുണ്ടായിട്ടും വ്യാപാരികളെയും കെട്ടിട ഉടമകളെയും ചോണാട് പ്രദേശവാസികളെയും ബാധിക്കുന്ന രീതിയിലാണ് പാലം നിർമ്മിക്കുന്നത് എന്നാണ് പരാതി. പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ച് അലൈൻമെന്റ് പുനഃപരിശോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നിലവിലെ അലൈൻമെന്റിൽ പാലം പണിതാൽ കടകളോട് ചേർന്നാകും അപ്രോച്ച് റോഡ് പോവുക. ഇത് തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികളും കെട്ടിട ഉടമകളും. എല്ലാ സാധ്യതകളും വലതുഭാഗത്തുണ്ടായിട്ടും ഇടതുഭാഗത്താണ് പാലം വരുന്നത് എന്നാണ് അധികൃതരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു പാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോണാട് ഭാഗത്തു നിന്ന് ഇപ്പൊ നിലവിലുള്ള റോഡ് പൂർണ്ണമായി തടസ്സപ്പെടുകയും നിലവിലെ വ്യാപാരികൾക്ക് മുന്നോട്ട് കച്ചവടം ചെയ്യാനുള്ള സാധ്യതകൾ മങ്ങുകയും ചെയ്യും. അതേസമയം മുക്കത്ത് നിന്ന് കാരശ്ശേരി കൊടിയത്തൂർ ഭാഗത്തേക്ക് പോകുന്ന നിരവധി യാത്രക്കാരും കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് സ്വദേശികളും ഉപയോഗിക്കുന്ന റോഡ് ഇല്ലാതാകുമെന്ന ആശങ്കയാണ് ചോണാട് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത്. ഈ റോഡ് ഈ പാലം വന്നാൽ എങ്ങനെ വരും എന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ ആശങ്ക ദൂരീകരിച്ചുകൊണ്ട് അധികൃതർ അതിന്റെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 24 കോഴിക്കോട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉച്ചകഴിഞ്ഞ് 3:30 ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജികൾ പരിഗണിക്കുക. കഴിഞ്ഞ തവണ വിഷയം പരിഗണിച്ച സുപ്രീം കോടതി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് ടെറ്റ് നിർബന്ധമാണോ എന്നതിൽ കേന്ദ്രത്തോട് മറുപടി നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിന്റെ കാര്യത്തിൽ സർക്കാർ സമർപ്പിച്ചത് ഫലപ്രദമായ സത്യവാങ്മൂലം അല്ലെന്നാണ് ഹർജിക്കാരുടെ ആരോപണം. പുതിയ സ്ഥിര നിയമനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത നിലവിൽ സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയില്ല എന്നാണ് കേസിൽ കേരള സർക്കാരിന്റെ നിലപാട്. പത്തനംതിട്ട കൂടലിൽ വീട് കയറി ആക്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസമാണ് സംഭവം. കൂടൽ മംഗലത്ത് വീട്ടിൽ വിഷ്ണുവിന്റെ വീട്ടിലാണ് അതിക്രമമുണ്ടായത്. കുട്ടികളടക്കം വീട്ടിലുള്ളപ്പോഴായിരുന്നു അതിക്രമമെന്ന് വിഷ്ണു പറഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നിരുന്നു. അയൽവാസികൾ CCTV അടിച്ചു തകർത്തു എന്നും വിഷ്ണു ആരോപിക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ പരാതിയിൽ കൂടൽ പോലീസ് കേസെടുത്തു. പഴക്കം ചെന്ന മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയ അധികൃതർ. വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അവരെ ഒഴിപ്പിക്കുമെന്നും കച്ചവടത്തിന് തടസ്സമില്ലാത്ത വിധം ബദൽ മാർഗം ഉണ്ടാക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി. 24 ഇംപാക്ട്. വർഷങ്ങൾ പഴക്കമുള്ള മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2 കൊല്ലം മുമ്പ് അൺഫിറ്റ് ആയതുകൊണ്ട് കടകളുടെ വാടക വാങ്ങാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല. വൈകാതെ കെട്ടിടം പൊളിച്ചു പണിയുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. രണ്ടു വർഷം മുൻപാണ് മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചെങ്കിലും പദ്ധതി അനിശ്ചിതത്വത്തിലായി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് മുനിസിപ്പാലിറ്റി നടപടികൾക്ക് വേഗമേറിയത്. മാനന്തവാടിയിലെ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കോംപ്ലക്സ് അപകടകരമായ സ്ഥിതിയിലാണെന്നുള്ള റിപ്പോർട്ട് ഞാൻ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അത് പൊളിച്ചു മാറ്റാനുള്ള ഒരു അനുവാദം നൽകിയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അത് പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ എത്രയും വേഗം മാനന്തവാടിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളെയും അവിടെയുള്ള സ്ഥാപന ഉടമകളെല്ലാം വിളിച്ച് മുനിസിപ്പാലിറ്റി വരികയും അവരുടെ എത്രയും വേഗം അവിടെ നിന്ന് റൂമുകൾ ഒഴിവായി തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കെട്ടിടത്തിലുള്ള വ്യാപാരികളോട് എത്രയും വേഗം ഒഴിഞ്ഞു മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അധികം താമസമില്ലാതെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തികളിലേക്ക് കടക്കും. ഒഴിഞ്ഞുപോകുന്ന വ്യാപാരികൾക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വ്യക്തമാക്കി. 24 വയനാട്. സമുദ്രാതിർത്തി ലംഘിച്ച അമേരിക്കൻ സ്പീഡ് ബോട്ടിന് നേരെ ക്യൂബൻ തീരദേശ സേനയുടെ ആക്രമണം. ബോട്ടിലുണ്ടായിരുന്ന 4 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. ബോട്ടിലുണ്ടായിരുന്നവർ കോസ്റ്റ് ഗാർഡ് കപ്പലിന് നേരെ വെടി ഉതിർത്തതിനെ തുടർന്നാണ് പ്രത്യാക്രമണം നടത്തിയത് എന്നാണ് ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യൂബയുടെ വില്ല ക്ലാര പ്രവിശ്യയിൽ
കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ സംഭവം. ഫ്ലോറിഡയിലാണ് ബോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബോട്ടിലുണ്ടായിരുന്നവർ ഏത് രാജ്യക്കാരാണ് എന്നത് വ്യക്തമല്ല. വിവരം ശേഖരിച്ചു വരികയാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. വെനസ്വേലയിൽ നിന്നും ക്യൂബയിലേക്കുള്ള എണ്ണ കയറ്റുമതി അമേരിക്ക തടഞ്ഞതിനെ തുടർന്ന് അമേരിക്കയും ക്യൂബയും തമ്മിൽ സംഘർഷം ശക്തമായിരിക്കുകയാണ്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.